ഇറ്റലിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഏതാണ് ചീപ്പസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് സിറ്റിയിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റലിയിലെ സ്റ്റഡി പർപ്പസിനായിട്ട് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇറ്റലിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് നോക്കാം. ഇറ്റലിയിൽ മെയിനായിട്ട് ബസ്, അതുപോലെ തന്നെ മെട്രോ, ട്രെയിൻ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ബോട്ട് സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റലിയിൽ പ്രധാനമായിട്ടും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നൊരു സിറ്റിയാണ് റോം. റോമിൽ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട മെട്രോ ലൈൻസ് ആണുള്ളത്: മെട്രോ എ, മെട്രോ ബി ആൻഡ് മെട്രോ സി. അതുപോലെ തന്നെ ഇറ്റലിയിലെ മറ്റ് പ്രധാനപ്പെട്ട സിറ്റീസായ മിലൻ, നേപ്പിൾസ്, ട്യൂറിൻ എന്നിവിടങ്ങളിലോട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റലിയിൽ ഒരുപാട് ട്രെയിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബസ് ടിക്കറ്റും സബ്വേ ടിക്കറ്റും ഒക്കെ വളരെ ചീപ്പുമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ റോമിൽ നിന്ന് മിലനിലേക്ക് നമ്മൾ ട്രെയിൻ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട് നമുക്ക് മിലനിൽ നിന്ന് റോം വരെ എത്താനായിട്ട്. അപ്പോൾ ഈ സബ്വേ യാത്രയിൽ നമുക്ക് ഏതാണ്ട് 100 യൂറോയ്ക്ക് അടുത്ത് മാത്രമേ ട്രെയിൻ ടിക്കറ്റിന് ചാർജസ് ആവുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ചീപ്പാണ് ഇറ്റലിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇറ്റലിയിലെ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും കൺവീനിയൻറ്റും റിലയബിൾ ആയിട്ടുള്ള മാർഗം എപ്പോഴും ട്രെയിൻ തന്നെയാണ്. എല്ലാ കൺട്രീസിലെയും പോലെ തന്നെ ഇറ്റലിയിലും നമുക്ക് ട്രെയിൻ ടിക്കറ്റ്സ് പ്രയറായിട്ട് ബുക്ക് ചെയ്യാം. പക്ഷേ ഇറ്റലിയിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 30 to 60 ഡേയ്സ് പ്രയറായിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾ വീക്കെൻഡ്സിലൊക്കെ കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊരു ഡേ ഔട്ടിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈവറ്റ് കാർസും ബസ്സും തന്നെ ആയിരിക്കും. ഇനി ഇറ്റലിയെ പോലെ തന്നെ നിങ്ങൾ വെനീസും ഫ്ലോറൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോഴും ട്രെയിൻ തന്നെയാണ് ഏറ്റവും നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ ഇറ്റലിയിൽ. കാരണം ഇറ്റലിയിൽ ചെറിയ ടൗൺസിനെയും സിറ്റീസിനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഫാസ്റ്റ് സ്പീഡ് ഇൻ്റർസിറ്റി ട്രെയിൻസിൻ്റെയും റീജിയണൽ സർവീസ് ട്രെയിൻസിൻ്റെയും ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. അതുപോലെ ലോക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പാസ് നമുക്കുണ്ടെങ്കിൽ റോമിലെ മെട്രോ ലൈൻസ് ആയ മെട്രോ എ, മെട്രോ ബി, മെട്രോ സി ഒക്കെ നമുക്ക് ഫ്രീ ഓഫ് ചാർജിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇറ്റലിയിലാണെങ്കിൽ നമുക്ക് ബസ് ഫെയർസ് ഒക്കെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്ത് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി യൂബർ ആപ്പ് ഒക്കെ വഴി നമ്മൾ റൈഡ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റലിയിൽ എപ്പോഴും അത് 24/7 സപ്പോർട്ടാണുള്ളത്. ഇനി നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ അക്കോമഡേഷനുള്ള സ്ഥലവും തമ്മിൽ നല്ല ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറെയിൽ അല്ലെങ്കിൽ ഇന്റർറെയിൽ പാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇറ്റലിയിൽ നിങ്ങൾ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്ലൈറ്റിന് എപ്പോഴും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റ്സ് വരുന്നത് നവംബർ മാസങ്ങളിലാണ്. ഇനി നിങ്ങൾക്ക് ഇറ്റലിയിലെ ഫ്രീ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.